പാകിസ്ഥാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള അരക്ഷിതാവസ്ഥ തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യാപകമായി പാകിസ്ഥാനിൽ പല സ്ഥലത്ത് അജ്ഞാതമായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ലാഹോർ എയർപോർട്ടിൽ എല്ലാ ഫ്ലൈറ്റുകളും ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് പ്രധാനമായും പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം പാകിസ്ഥാനിൽ ലാഹോർ എയർപോർട്ടിൽ ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിലെ എയർപോർട്ട് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് ഒരാൾക്ക് പോലും പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് BLA ആർമി അവിടെ വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നേരത്തെ തന്നെ ഇന്ത്യയുടെ B ടീമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് തന്നെയാണ് വലിയ രീതിയിൽ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളോട് പറഞ്ഞിരുന്നത്, ലോകരാജ്യങ്ങളോട് പരിദേവനം നടത്തിയിരുന്നത്. പോരാത്തതിന് താലിബാൻ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സിന്ധു നദി ജലക്കരാർ അത് റദ്ദാക്കിയതിനു പിന്നാലെ പാകിസ്ഥാനിൽ കുട്ടികളെയും തോളിലേറ്റിക്കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെയും പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെയും പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, വെള്ളമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും, ഒരു നിമിഷം പോലും തുടരാനായിട്ട് സാധിക്കില്ല പാകിസ്ഥാനിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ വലിയ രീതിയിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. BLA ഇപ്പോൾ അവിടെ പാക് പട്ടാളത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് താലിബാൻ സർവ്വസജ്ജമായി ആക്രമണത്തിനായി കാത്തു നിൽക്കുന്നു. ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ടാണ് താലിബാൻ നിൽക്കുന്നത്. മറുഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബലൂചിസ്ഥാനെ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു. വലിയ വലിയ യോഗങ്ങൾ അവിടെ ചേരുന്നു. പാക് പട്ടാളത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു. സിന്ധു പ്രവിശ്യയിൽ, അതായത് സിന്ധ് പ്രവിശ്യയിൽ അവിടെ നേരത്തെ തന്നെ ഒരു കനാൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് എതിരെ വലിയ രീതിയിലുള്ള അമർഷം പുകഞ്ഞുകൊണ്ടിരുന്നു. കാരണം പാകിസ്ഥാൻ അവിടെ കനാൽ പണിതു കഴിഞ്ഞാൽ ഇപ്പോൾ സിന്ധു നദീജല കരാർ പ്രകാരം സിന്ധ് മേഖലയിലേക്ക് ലഭിക്കുന്ന വെള്ളത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് വരും. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടക്കുകയും ഇന്ത്യ സമ്പൂർണ്ണമായി അവിടെ വെള്ളം നിരോധിക്കുന്ന, അതായത് ഈ കരാർ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഉടനെ തന്നെ പാകിസ്ഥാനിലെ സ്ത്രീകൾ കുട്ടികളെയും തോളിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചുറ്റുനിന്നും, അതായത് സിന്ധ് പ്രവിശ്യയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം തുടങ്ങിയിരിക്കുന്നു. താലിബാൻ ഒരു ഭാഗത്ത് ഏത് നിമിഷവും ഒരു അടിക്കായി കാത്തു നിൽക്കുന്നു എന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അതേസമയമാണ് ലാഹോർ എയർപോർട്ടിൽ വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ പാകിസ്ഥാനെ വളഞ്ഞുകൊണ്ട് ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലുകൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഫോട്ടോകൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ വരുന്ന മറ്റൊരു വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ നമ്മുടെ അതിർത്തിയിൽ, അതായത് ഇന്ത്യയുടെ അതിർത്തിയിൽ ആണവ പോർമുനകൾ വിന്യസിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആണവായുധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്, ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ അത് യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ്, യുദ്ധത്തിനുള്ള വെല്ലുവിളി തന്നെയാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ ആണവ പോർമുനകൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ അടക്കമുള്ള, അതായത് ബിലാവൽ ഭൂട്ടോ അടക്കമുള്ള ടെററിസ്റ്റുകൾ ഇൻഡസ്, അതായത് സിന്ധു നദി പാകിസ്ഥാന്റേതാണ്, അത് ആർക്കും വിട്ടുകൊടുക്കില്ല, യുദ്ധമെങ്കിൽ യുദ്ധം എന്ന രീതിയിലുള്ള പ്രസ്താവന ഒരു വമ്പൻ റാലി നടത്തിക്കൊണ്ട് അവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സമ്പൂർണ്ണമായി പാകിസ്ഥാന്റെ ചുറ്റും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണോ ഇന്ത്യയുടെ തിരിച്ചടി എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.